ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സായിട്ടാണ്. അതായത് നമ്മൾ ഗ്രോസറി ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യില്ലേ, അതിനുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടെ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഗ്രോസറി ഐറ്റംസ് നമ്മൾ ബോട്ടിലിടുമ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒരു പേപ്പർ വെച്ചതിന് ശേഷം നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് സാധനങ്ങൾ ഇടുക. ചിലപ്പോൾ നമ്മൾ സാധനം ഇടുമ്പോൾ അറിയാണ്ട് തന്നെ താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് പേപ്പറിൽ വീണോളൂ. അപ്പോൾ നമുക്കതെടുത്ത് വീണ്ടും ബോട്ടിൽ റീഫിൽ ചെയ്യാം. അതുപോലെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായി കിടക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം തന്നെ ബോട്ടിൽ നന്നായി കഴുകിയെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം, നന്നായി തുടച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സാധനമാണോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ നമ്മളത് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ടീസ്പൂണോ കയ്യിലോ എന്താണെന്ന് വെച്ചെങ്കിലും അതും നന്നായി കഴുകി തുടച്ചെടുത്തതിന് ശേഷം മാത്രം, അതിലത്തെ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടിയും അതുപോലത്തുള്ള മസാലപ്പൊടികൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പൊടികളിലും ഉപ്പ് ചേർത്തിട്ടുള്ളതാണെന്ന് ആലോചിച്ചിട്ട് മാത്രം നമ്മൾ കറികളിൽ ഉപ്പ് യൂസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ കറിയിൽ ഉപ്പിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മളെപ്പോഴും വീട്ടിൽ ഉണക്കിയിട്ട് പൊടിപ്പിക്കില്ലേ, അങ്ങനെ പൊടിപ്പിച്ചെടുക്കണതാണ് കേട്ടോ നല്ലത്. അല്ലാതെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങണത് ഒട്ടും സേഫല്ല. അപ്പോൾ ഞാനൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് അധികം അളവിൽ കൊണ്ടുവരും, അങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരാറ്. അപ്പോൾ മല്ലി വാങ്ങിച്ച് കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിന് ശേഷം മല്ലിയും പെരിഞ്ചീരകം പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നന്നായി വറക്കും, എന്നിട്ട് പൊടിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഒരു 6 മാസത്തെ കൂടുതൽ വരെ പുറത്ത് തന്നെ വയ്ക്കാറില്ല. അതിൽ ഉപ്പൊന്നും ഞങ്ങൾ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. അമ്മ ഉണ്ടാക്കിയിരുന്നതാണ്. അമ്മ വീട്ടിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിലും എക്സ്ട്രാ വരണതുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പഞ്ചസാരയും ഉപ്പും നമ്മൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലിൽ സൂക്ഷിക്കുന്നതാണ് കേട്ടോ നല്ലത്. പഞ്ചസാരയും ശർക്കരയൊക്കെ സൂക്ഷിക്കുമ്പോൾ അതിൽ നമ്മൾ 4-5 ഗ്രാമ്പൂല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാരയിലും ശർക്കരയിലൊന്നും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉപ്പും ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ് നല്ലത്. റവയിലൊക്കെ പെട്ടെന്ന് പുഴുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റവയും സേമിയൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ പുഴുക്കൾ വരാതിരിക്കും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ കാലത്ത് ധൃതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് റവയൊന്നും വറുത്ത് വെച്ച റവയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റവയും സേമിയൊക്കെ വറുത്ത് വയ്ക്കുമ്പോൾ എണ്ണ ചേർക്കാണ്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ അത് ചൂടാറിയ ശേഷം മാത്രം നമ്മൾ ബോട്ടിലിൽ നിറച്ച് വയ്ക്കുക കേട്ടോ. കടല, പരിപ്പ്, പയർ തുടങ്ങിയ പയറുവർഗ്ഗങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് 2 വറ്റൽമുളകില്ലേ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് അത് വാങ്ങേണ്ടത് വെച്ചെങ്കിൽ നമ്മളതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുക, അല്ലെങ്കിൽ 2 മിനിറ്റ് ചട്ടിയിലിട്ട് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ അത് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറീസ് വാങ്ങിച്ച് വരുമ്പോൾ ചിലപ്പോൾ പഴയ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ അത് ബാക്കി കുപ്പിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അതിൽ കൂടെ പുതിയ സാധനം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ പഴയ സാധനങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അതിൽ പുതിയ സാധനങ്ങൾ ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പഴയ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് നല്ലതാണ്. റവയും സേമിയൊക്കെ വറുത്തത് നമുക്ക് ബോട്ടിലേക്ക് മാറ്റണമെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അത് എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടീസ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ കയ്യിലുണ്ടാകുമ്പോൾ താഴെ പോവാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പുളിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുടംപുളി ആയാലും വാളംപുളി ആയാലും അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മൺചട്ടി അല്ലെങ്കിൽ ഭരണി അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ അവയിലൊക്കെ സൂക്ഷിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ പുളി സൂക്ഷിക്കുമ്പോൾ നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിൽ പുളി വെച്ച് കൊടുക്കുക, പിന്നെ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ പുളി സൂക്ഷിക്കുന്നതാണ് നല്ലത്. പുളി കുറേ കാലം കേടുകൂടാണ്ടിരിക്കും. അതിൻ്റെ നിറം കറുത്ത് വരുന്നുള്ളൂ, പുളിക്ക് ഒരു കേടും സംഭവിക്കില്ല അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സോസുകളും ജാം അതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഗ്ലാസ് ബോട്ടിൽ കിട്ടാറുണ്ട്. ആ ബോട്ടിൽ നമുക്ക് ഇതുപോലെയുള്ള ജീരകങ്ങൾ ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ്. അതുപോലെ ഗ്ലാസിൻ്റെ ബോട്ടിലല്ലേ, അത് വളരെ നല്ലതാണ് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വറുക്കാത്ത റവ നമ്മൾ ഇഡ്ഡലിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കടലമാവ്, മൈദ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിലും പെട്ടെന്ന് പുഴുക്കൾ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് കുറേ നാൾ കേടുകൂടാണ്ട് ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ അച്ചാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നന്നായി കഴുകി തുടച്ച ടീസ്പൂൺ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളങ്ങനെ അത് ഇട്ട് വെക്കാറുണ്ട്. അച്ചാർ കുപ്പിയിൽ ഒരു ടീസ്പൂൺ അങ്ങനെ ഇട്ട് വെക്കണത് കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരിയും ഈ ടീസ്പൂണിൻ്റെതൊക്കെ ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പം ടീസ്പൂൺ നന്നായി കഴുകി തുടച്ച് എടുത്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. അതിൽ ബോട്ടിലിൽ അത് ടീസ്പൂൺ അങ്ങനെ തന്നെ ഇട്ട് വെക്കാണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, അരിപ്പൊടി, പുല്ലിൻ്റെ പൊടി അങ്ങനത്തെ പൊടികളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ വഴണയിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലല്ലേ, അതും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഉണക്കി പൊടിച്ചിട്ട് കിഴി പോലെ കെട്ടി ഇട്ട് കൊടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലീഫ് അങ്ങനെ പച്ചയല്ലേ, അത് കഴുകി നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അരിയൊക്കെ നമ്മൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങണതല്ലേ, അപ്പോൾ അത് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇതുപോലെ കീടങ്ങളും ഇതൊക്കെ വരാറുണ്ട്. കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആര്യവേപ്പിൻ്റെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വല്ല സജഷൻസോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.